നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പത്ത് സ്കൂട്ടറിൽ പിക്കപ്പ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. വിളയൂർ കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹറയാണ് മരിച്ചത്. മകൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി 6 വാഹനങ്ങളും ഇടിച്ചു തകർത്തു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കരിങ്ങനാട് കുണ്ടിലെ കൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അപകടം സംഭവിച്ചത്. പുലാമന്തോൾ ഭാഗത്തുനിന്നും വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വെളിയൂർ കുരാച്ചിപ്പടി കണ്ടത്തൊടി കാസിമിന്റെ ഭാര്യ ഫാത്തിമ സുഹറയാണ് അപകടത്തിൽ മരിച്ചത്. 43 വയസ്സാണ്. ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന മകൻ ഷമി കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടറിൽ ഇടിച്ച പിക്കപ്പ് വാൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും സ്കൂട്ടറും ഉൾപ്പെടെ 6 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. പല വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ പോലീസും നാട്ടുകാരുമാണ് പരിക്ക് പറ്റിയ ഫാത്തിമ സുഹറയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രിയോടെ മരണം സംഭവിക്കുകയും ചെയ്തു. പിക്കപ്പ് വാൻ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് ഇടയാക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാളെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. ആർക്കു വേണ്ടി പ്രകടനം നടത്തിയാലും അയോഗ്യതയായി വിലയിരുത്തുമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. KPCC നേതൃത്വത്തിനും രൂക്ഷ വിമർശനം. പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി. തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ ദീപ ദസുൻഷി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടെങ്കിലും ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുകയാണ് KC പക്ഷം. KC അല്ലാതെ മറിച്ചൊരു തീരുമാനം വരില്ലെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ചർച്ച തുടരുന്നതിൽ സന്തോഷിച്ച് VD പക്ഷം. MLA-മാരുടെ എണ്ണത്തിന് അപ്പുറത്തേക്ക് വീണ്ടും നീങ്ങുന്നത് ഗുണകരമെന്നാണ് കണക്കുകൂട്ടൽ. പ്രതീക്ഷ വിടാതെ RC ഗ്രൂപ്പ് മുന്നോട്ട് തന്നെ. അതേസമയം പരസ്യപ്പോര് നിർത്തണമെന്ന ആഹ്വാനത്തിൽ അണികൾക്ക് നിർദ്ദേശം നൽകി ഗ്രൂപ്പ് മാനേജർമാർ. ഇനിയും പ്രകടനവും ഫ്ലെക്സും വന്നാൽ സാധ്യത കുറയ്ക്കുമെന്നും നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ പിണറായി വിജയൻ. ദില്ലിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നെ കാണാം എന്ന് പറഞ്ഞ് മറുപടി നൽകാതെ പോയി. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും പിണറായി മറുപടി പറഞ്ഞില്ല. അതേസമയം കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് എന്നത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തമിഴ്നാട്ടിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ഗവർണറുടെ നിലപാടാണെന്ന് വിജയ്ക്ക് എല്ലാ ആശംസകളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് PB യോഗത്തിന്റെ അജണ്ടയെന്നും ബേബി പറഞ്ഞു. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പരാജയ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നേതൃപരമായ ഇടപെടലുകൾ കുറഞ്ഞതും ചേരിതിരിവുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും ലീഗ് മണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുണ്ടായത്. TP ഷാജിയുടെ പരാജയം അപ്രതീക്ഷിതമാണെന്ന് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. കേരളത്തിൽ UDF തരംഗം ആഞ്ഞുവീശിയ ഘട്ടത്തിലാണ് UDF-ന് ഏറെ സ്വാധീനമുള്ള പട്ടാമ്പിയിൽ പരാജയം സംഭവിച്ചത്. UDF-ന് അനുകൂലമായ ഭേദപ്പെട്ട ലീഡ് നില കൈവരിക്കാനായത് തിരുവേപ്പുറ പഞ്ചായത്തിൽ മാത്രമാണെന്നും യോഗം വിലയിരുത്തി. UDF ശക്തി തെളിയിച്ച പ്രദേശങ്ങളെല്ലാം മുസ്ലിം ലീഗ് സ്വാധീനമുള്ള മേഖലകളാണ്. സ്ഥാനാർത്ഥി പ്രതിനിധീകരിച്ച പട്ടാമ്പി നഗരസഭയിൽ അവിടുത്തെ ജനപ്രതിയായിട്ട് പോലും ശക്തി തെളിയിക്കാൻ കഴിയാതിരുന്നത് ആശ്ചര്യമുളവാക്കുന്നുവെന്നും ലീഗ് യോഗം അഭിപ്രായപ്പെട്ടു. UDF-ന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ജയമുറപ്പിക്കാനുണ്ടായിരുന്നു. എന്നിട്ടും പട്ടാമ്പിയിൽ ജയം ഉറപ്പിക്കാൻ കഴിയാതെ വന്നത് UDF നേതൃത്വം പരിശോധിക്കണമെന്നും മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കം മുതലേ UDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപക പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നടന്നിരുന്നു. പണം നൽകിയാണ് സീറ്റ് തരപ്പെടുത്തിയത് എന്ന രീതിയിലായിരുന്നു പ്രചരണം. അതിലെ തെറ്റിദ്ധാരണ മാറ്റാനായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന TP ഷാജി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് V4 പട്ടാമ്പി എന്ന സംഘടനയുണ്ടാക്കി UDF-നെ പരാജയപ്പെടുത്തിയതിലും ഭരണം നഷ്ടപ്പെടുത്തിയതിലും TP ഷാജിയുടെ പ്രവർത്തകർക്കുണ്ടായിരുന്ന അകൽച്ച മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് TP ഷാജി കോൺഗ്രസിന്റെ ഭാഗമായതും മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചതും ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതും. ഉടൻ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകിയതും ശരിയായില്ലെന്ന അഭിപ്രായമാണ് UDF പ്രവർത്തകരിലുള്ളത്. പ്രവർത്തകരിലെ ഷാജി വിരുദ്ധത മാറ്റിയെടുക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചില്ല. UDF കേന്ദ്രങ്ങൾ വലിയ പിന്തുണ നൽകിയപ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ നഷ്ടമായി. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിൽ റിയാസ് മുക്കാലിയെ പരിഗണിക്കാതിരുന്നത് വലിയൊരു വിഭാഗം പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കി. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേതൃപരമായ ഇടപെടലുകൾ കുറഞ്ഞതും ചേരിതിരിവുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും
മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രദേശങ്ങളിലും വോട്ടുചോർന്നുന്ന രീതിയിലുള്ള പ്രചരണം ദുരുദ്ദേശപരമാണെന്നും കമ്മിറ്റി വ്യക്തമാക്കി. പട്ടാമ്പിയിലെ പരാജയ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുവാൻ ജില്ലാ UDF കമ്മിറ്റിയോട് ആവശ്യപ്പെടാനും നിയോജകമണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. ബാലസംഘം തൃത്താല ഏരിയ കൺവീനേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ നാഗലശ്ശേരി സർവീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ ജില്ലാ അക്കാദമിക് കൺവീനർ PT രാഹേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ദുർഗശ്രീ അധ്യക്ഷയായി. ജില്ലാ ജോയിന്റ് കൺവീനർ C സച്ചിദാനന്ദൻ, ഏരിയ കൺവീനർ K രമണി, ജില്ലാ കമ്മിറ്റി അംഗം O രാജൻ മാസ്റ്റർ, ഏരിയ സെക്രട്ടറി സുർജിത്ത്, ഏരിയ കമ്മിറ്റി അംഗം പ്രണവ് എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ചില പ്രയാസങ്ങൾ, പരിമിതികൾ, ഈ പറഞ്ഞ ഉത്തരവാദിത്വം നിർവഹിക്കാൻ രക്ഷിതാവ് എന്ന നിലയിൽ എന്റെ കുട്ടിയെ നന്നായി വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഈ സമൂഹത്തിനുള്ളിൽ വലിയ പരിമിതികൾ, പ്രയാസങ്ങൾ നമുക്കിടയിലുണ്ടാവും. അതിനെ മുറിച്ചുകൊടുക്കാൻ, അതിന് മറികടക്കാൻ കഴിയാവുന്ന ഒരു യൂണിറ്റി കൺവീനർ എന്റെ പ്രദേശത്ത് എന്ത് സംഭവിക്കില്ല, എന്റെ നാട്ടിൽ എന്ത് സംഭവിക്കില്ല, ഒരു കാരണവശാലും ഒരു കുട്ടിയും വഴിതെറ്റി പോവുകയില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയും. അതുകൊണ്ട് വീട്ടിലെ അച്ഛനും അമ്മയും കൂടെ തന്നെ ഉത്തരവാദിത്തം ഒരു സമൂഹത്തിൽ ആ പ്രദേശത്ത് യൂണിറ്റ് കൺവീനർ നിർവഹിക്കാറുണ്ട്, ബാലസംഘ യൂണിറ്റ് കൺവീനർ നിർവഹിക്കാറുണ്ട്. അതുകൊണ്ട് എന്റെ നാട്ടിൽ ഏതെങ്കിലും കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടു, അതിന് ഉത്തരവാദിത്തം പ്രദേശത്ത് ബാലസംഘ അംഗമാണ് ആ കുട്ടി അല്ലെന്നല്ല, ആ പ്രദേശത്തിന്റെ ചുമതല വഹിക്കുന്ന ആ യൂണിറ്റ് കൺവീനർക്ക് അതിൽ ഒരു പ്രയാസം ഉണ്ടാവരുത്, അത് മനപ്രയാസങ്ങൾ ഉണ്ടാവണം. എനിക്കൊരു എന്റെ പ്രവർത്തനത്തിന് സംഭവിച്ചത് ഒരു കുട്ടി ജാതിയായും മതവർഗീയവാദികളുടെ പിന്നാലെ പോയി വല്ലാത്ത രൂപത്തിലുള്ള വേറൊരു മനുഷ്യപ്പറ്റില്ലാത്ത വിഭാഗത്തിന്റെ കൂടെ അണിചേരാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോഴും ആ പ്രദേശത്ത് ഈ രൂപത്തിൽ അവളെ വളർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം ആർക്കുണ്ടാവണം. അമ്മ അത് സ്നേഹമാണ്. ഒരു നിർവചനവും പകരം വെക്കാനില്ലാത്ത സ്നേഹം. കേവലം ഒരു ദിവസത്തെ സ്റ്റാറ്റസിലോ വാക്കുകളിലോ ഒതുങ്ങേണ്ടതല്ല അമ്മ ദിനം. മനസ്സിൽ മങ്ങാതെ കുറിച്ചിടേണ്ട വികാരമാണ് അമ്മ. അമ്മയോളം അമ്മ മാത്രം. പകരം വെക്കലുകളില്ലാതെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും കൂടെ നിൽക്കാനും മക്കളുടെ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും പ്രതിസന്ധിയിലും ആത്മാർത്ഥമായി കൂടെ നിൽക്കാനും അമ്മയോളം മറ്റാർക്ക് കഴിയും? സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച് മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നിച്ചേർക്കാൻ പരാതികളില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ അമ്മമാർ നമുക്ക് മുന്നിലുണ്ട്. മക്കളുടെ ഭാവി കെട്ടിപ്പടുക്കാൻ കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടുകൾ സ്വയം ഏറ്റെടുത്ത് ജീവിതത്തോട് പൊരുതുന്ന അമ്മമാർ. അങ്ങനെ പല മുഖങ്ങളുണ്ട് നമ്മുടെ അമ്മമാർക്ക്. എന്നാൽ കാലം മാറിയതനുസരിച്ച് അമ്മ എന്ന വികാരത്തിനും മങ്ങലേറ്റു. സ്വന്തം ജീവിത സൗകര്യങ്ങൾ നോക്കിപ്പോകുമ്പോൾ അമ്മ ഒരു ഭാരമായി മാറി. അതോടെ കൂൺമുളച്ചു പൊന്തുന്ന വേഗത്തിൽ ഉയരുന്ന വൃദ്ധസദനങ്ങളിൽ നെടുവീർപ്പോടെ പഴയകാല സ്മരണയിൽ ജീവിതം തള്ളി നീക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടി. സ്വത്തും പണവും നേടിക്കഴിഞ്ഞാൽ അമ്മ ശല്യമായി മാറുന്ന ചിലർ. ലഹരിയിൽ സ്വബോധം നഷ്ടപ്പെടുമ്പോൾ കത്തിമുനയ്ക്കുള്ളിൽ അമ്മയെ കൊന്നൊടുക്കാനും വലിച്ചെറിയാനും ചവിട്ടിയരയ്ക്കാനും മടിയില്ലാത്ത വേറെ ചിലർ. കാലത്തിന്റെ പോക്കിനെക്കുറിച്ച് ആശ്ചര്യം തോന്നുന്നതിൽ തെറ്റില്ല. എന്നിരുന്നാലും എന്നും മനസ്സിലും പ്രവൃത്തിയിലുമുണ്ടാകണം. കൺകണ്ട ദൈവമാണ്, ജന്മം തന്ന് ഊട്ടി വളർത്തിയ സ്നേഹമാണ് അമ്മ. മറക്കരുത്. മാതൃദിനത്തിൽ ചാലിശ്ശേരിയിലെ ബേബി അമ്മയെ തൃത്താല നിയുക്ത MLA VT ബൽറാം ആദരിച്ചു. സ്നേഹനിറവിൽ 4 തലമുറകളുടെ ചിരിയും വാത്സല്യവും നിറഞ്ഞ് ജീവിതം മനോഹരമാക്കുന്ന ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ബേബി അമ്മയെയാണ് ആദരിച്ചത്. 93 വയസ്സിലും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ പുതുതലമുറയെയും ഹൃദയത്തോട് ചേർത്ത് കുടുംബസ്നേഹത്തിന്റെ തണലായി കഴിയുന്ന ബേബിയമ്മയെ കാണാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് തൃത്താല നിയുക്ത MLA VT ബൽറാം വീട്ടിലെത്തി. പഴയകാല ഓർമ്മകൾ പങ്കുവച്ച അമ്മയെ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജോർജ്, വർഗീസ്, പീറ്റർ, ഷാമു, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികളും അവരുടെ മക്കളെയും കാണാൻ കഴിഞ്ഞ ആത്മനിർവൃതിയിലാണ് അമ്മ. ഇപ്പോൾ മൂത്ത മകൻ ജോർജിനോടൊപ്പം തറവാട്ട് വീട്ടിലാണ് താമസം. കാലം എത്ര മാറിയാലും അമ്മമാരുടെ സ്നേഹത്തിന് പ്രായമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു MLAയുടെ ആദരവ് നിമിഷങ്ങൾ. ബന്ധങ്ങൾ പലപ്പോഴും അകലങ്ങളിലേക്ക് വഴുതിപ്പോകുന്ന ഇന്നത്തെ കാലത്ത് 4 തലമുറകളെ ഒരേ സ്നേഹച്ചുവരിനുള്ളിൽ ചേർത്ത് നിർത്തുന്ന അമ്മയുടെ ജീവിതം പുതുതലമുറയ്ക്ക് വലിയൊരു പാഠമാണെന്ന് MLA പറഞ്ഞു. ജീവിതത്തിൽ ഒരമ്മയെയും മറക്കാൻ കഴിയില്ല. മാതൃത്വത്തിന്റെ മഹത്വവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും ഓർമ്മിപ്പിക്കുന്ന ജീവിതമാണ് ബേബി അമ്മയുടേതെന്നും VT ബൽറാം കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക മാതൃദിനമായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. ചാലിശ്ശേരി അറക്കലില് ബേബി ചേച്ചി കാണാൻ പറ്റി. 4 തലമുറകളുടെ
അമ്മയാണ്, മുത്തശ്ശിയാണ്. എല്ലാ കാര്യങ്ങളും തന്നെത്താൻ ചെയ്യുന്ന തരത്തിൽ ആരോഗ്യവതിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ സന്തോഷമാണ്. ഇനിയും അങ്ങനെ മുന്നോട്ട് പോട്ടെ. 4 കഴിഞ്ഞ 5ാമത്തെ തലമുറയെ കൂടി കാണാൻ പറ്റണം നമുക്ക്. അപ്പോൾ എല്ലാ അമ്മമാരും ഇതുപോലെ നമുക്കൊക്കെ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയാണ്. അപ്പോൾ ഏതായാലും ഈ ലോക മാതൃദിനം എല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ വേരുകളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരമാവട്ടെ. മാതൃദിനത്തോടനുബന്ധിച്ച് എല്ലാ അമ്മമാർക്കും അദ്ദേഹം ആശംസകളും നേർന്നു. ചടങ്ങിൽ CV മണികണ്ഠൻ, സലിം ചാലിശ്ശേരി, ജിജു ജേക്കബ്, റോഷിത് തമ്പി, പ്രിൻസൺ ചേറു, റീസ പ്രകാശൻ, മോഹനൻ എന്നിവർ പങ്കെടുത്തു. വട്ടേനാട് സർക്കാർ ഹൈസ്കൂളിലെ 1975-76 വർഷത്തെ SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ വട്ടേനാടൻ 75-76 തുടർച്ചയായ 6ാമത് വർഷത്തെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വട്ടേനാട് സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയതിന്റെ 50ാം വാർഷികം കൂടിയായ ഈ വർഷത്തെ സംഗമം കൂറ്റനാട് കണിച്ചിറക്കൽ മാൾ ഹാളിൽ വെച്ചാണ് നടന്നത്. 50ാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ സഹപാഠികൾക്കും പ്രത്യേക മൊമെന്റോകൾ വിതരണം ചെയ്തു. വിദ്യാലയ മുറ്റത്തു നിന്നും വേർപിരിഞ്ഞുപോയ പ്രിയപ്പെട്ട അധ്യാപകരെയും സഹപാഠികളെയും ചടങ്ങിൽ അനുസ്മരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധങ്ങളായ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി. സംഗമത്തിൽ രേവതി വേണു, T അബ്ദുൽ ഖാദർ, AV അബ്ദുൾ റഹ്മാൻ, O ഗോവിന്ദൻകുട്ടി, P ഹനീഫ, PV അബ്ദുൾ അസീസ്, TP രാധാകൃഷ്ണൻ, V ശോഭന, AV മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല നാളെ ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് പൂരം. തട്ടകങ്ങൾ ആഘോഷ ലഹരിയിൽ. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല തിങ്കളാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിലെ വലിയ പൂരം കൊണ്ടാടുക. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന വള്ളുവനാട്ടിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ്. 10 തറ 4 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷം. പുറമത്ര ദേശത്തിനാണ് വലിയ കാളവേലയുടെ നടത്തിപ്പ്. മീനമാസത്തിലെ ചെറിയ കാളവേലയ്ക്കും ഇടപ്പൂരത്തിനും ശേഷമാണ് ക്ഷേത്രത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വിഷുക്കണി കണ്ടുകൊണ്ടാണ് മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1 മാസം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് വലിയ കാളവേലയും പൂരവും ആഘോഷിക്കുന്നത്. നാളെ രാവിലെ 8-ന് കാളവേല കൊട്ടിയറിക്കലോടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകുന്നേരം 7-ന് ഡോക്ടർ അമ്മന്നൂർ ജനീഷ് ചാക്യാരുടെ ചാക്യാർകൂത്തും തുടർന്ന് മട്ടന്നൂർ ചിറക്കൽ നിതീഷ് എന്നിവരുടെ ഇരട്ടത്തായമ്പകയും അരങ്ങേറും. തുടർന്ന് രാത്രി കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം 11 മണിയോടെ കാളപ്രദക്ഷിണം ആരംഭിക്കും. അടിയന്തരക്കാർ, പാലാക്കുറിശി നായർ, വെളിച്ചപ്പാടുമാർ, ദേവസ്വം പ്രതിനിധികൾ, വിവിധ ദേശപ്രതിനിധികൾ എന്നിവയുടെ അകമ്പടിയോട് കൂടിയാണ് കാളപ്രദക്ഷിണം നടക്കുക. തുടർന്ന് കാളയിറക്കം പ്രദക്ഷിണം, കാളകയറ്റം, ദേശക്കാളകളുടെ കാളക്കളി, തോൽപ്പാവക്കൂത്ത് എന്നിവയും നടക്കും. 100-ൽ പരം ഇണക്കാളകളുടെ ചാരുതയിലാണ് മുളയൻകാവിലെ വലിയ കാളവേല ആഘോഷിക്കുക. ചൊവ്വാഴ്ച വലിയ പൂരവും ആഘോഷിക്കും. രാവിലെ പൂരം കൊട്ടിയറിക്കൽ, ഉച്ചയ്ക്ക് ശേഷം സന്ധ്യാവേലയ്ക്ക് വിളക്ക് വയ്ക്കൽ, തായമ്പുക, കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, പൂരം കൊട്ടിക്കേറൽ, താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പരമ്പരാഗത വേലകളുടെ വരവ്, വെളിച്ചപ്പാടുമാരുടെ നൃത്തം, അരിയറ തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരിക്കും. രാത്രിയും പകൽപൂരത്തിന്റെ തനിയാവർത്തനമാണ് നടക്കുക. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് ലൈബ്രറി സംഗമവും കൗൺസിലർമാരുടെ ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്ത പദ്ധതി വിശദീകരണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥൻ റിപ്പോർട്ടും വൈസ് പ്രസിഡന്റ് P സുധ ടീച്ചർ ബജറ്റും അവതരിപ്പിച്ചു. മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനുള്ള ദയാമൃതം പുരസ്കാരം ലഭിച്ച അഭയം P കൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി O രാജൻ മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗം PK ബാലചന്ദ്രൻ, KC അലി ഇക്ബാൽ, രാജൻ മാടായിൽ, P അജേഷ്, VM രാജീവ്, A കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. നിരോധനമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കാതിരിക്കും. എതിർവായില്ലാതെ ഏതെങ്കിലും പ്രമാണിമാർ പറയുന്നത് മാത്രം കേട്ട് നടത്തിയിരുന്ന അവരെ ഓച്ചാനിച്ച് നിന്നിരുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ പരസ്പര ബഹുമാനത്തോടുകൂടി ആളുകളെ അംഗീകരിക്കാൻ കഴിയുന്ന വിധം വിശാലമായ ജനാധിപത്യ ഉള്ളടക്കത്തിലേക്ക് വളർത്തിയത് VT ഭാസ്കര പണിക്കരെ പോലെ, കായത്ത് ശങ്കരനെ പോലെ ഉജ്ജ്വലരായ ആളുകൾ നടത്തിയിട്ടുള്ള ധീരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിൽ നമുക്ക് ലഭിച്ച ഒരു അവകാശത്തെ എത്രത്തോളം നാം സാർത്ഥകമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം നാം ഓർത്ത്. ജനാധിപത്യം എന്ന് പറയുന്നത് നിർഭയമായി അഭിപ്രായം പറയാനുള്ള അവകാശമാണ്. അതുപോലെ തന്നെ താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക രംഗത്ത് അപ്രകാരം ഇടപെടുന്നതിന് ആവശ്യമായ അന്തസ്സുള്ള ഒരു മനസ്സിനെ കാത്തു സൂക്ഷിക്കണം.
അതുകൊണ്ട് തന്നെ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് വിജയന്മാരായി ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.